ഹലോ, സിന്ധു ഭൈരവിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എപ്പിസോഡ് പറയാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. ഒരുപാട് എന്തൊക്കെയോ തിരക്കുകളിൽ പെട്ടു പോവാണ്. എൻ്റെ സ്ഥിരം വ്യൂസിനാണെങ്കിൽ അറിയാം, കാരണം കുഞ്ഞുള്ളത് കാരണം പ്രതീക്ഷിച്ചതുപോലൊന്നും വോയിസ് കൊടുക്കാൻ പറ്റുന്നില്ല. രാത്രിയാണെങ്കിലും ആളിപ്പോൾ ഉറങ്ങാൻ നല്ല ലേറ്റ് ആവുന്നുണ്ട്. പകൽ സമയത്താണെങ്കിൽ ഞാൻ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഉടനെ ആൾ വരും. ആൾക്ക് ഇങ്ങനെ വെറുതെ ഫോൺ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ പ്രശ്നമാണ്. അപ്പോൾ എടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, എടുത്തു കഴിഞ്ഞാൽ മാത്രമേ പ്രശ്നമുള്ളൂ. അതുകൊണ്ട് ഞാൻ മാക്സിമം എടുക്കാതിരിക്കാറാണ്. അതുകൊണ്ട് തീരെ ഇപ്പോൾ വോയിസ് പറയാനും പറ്റുന്നില്ല. പിന്നെ ഒന്നാമത് ഡൗൺ ആയത് കാരണവും പറയാൻ തീരെ ഒരു മൂഡ് കിട്ടുന്നില്ല. അങ്ങനെയല്ല കേട്ടോ, സ്ഥിരം വ്യൂവേഴ്സ് ഉണ്ടാവും, പക്ഷേ പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടുള്ളൊരു വിഷമം പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് സിന്ധു ഹരിയെ തേടിയിട്ട് ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ്. ആ സമയത്ത് സിന്ധുവിനെ ആണെങ്കിൽ സ്നേഹ പറഞ്ഞത് കൊണ്ട് വാച്ച്മാനും അവിടെയുള്ള ലേഡീസ് സ്റ്റാഫൊന്നും അകത്തേക്ക് കയറ്റി വിടുന്നില്ല. അവർ സിന്ധുവിനോട് ഇന്ന് പോയിട്ട് നാളെ വരാനൊക്കെ പറയുകയാണ്. അപ്പോൾ സിന്ധു പറയുന്നുണ്ട്, നാളെ വരാനോ? അതൊന്നും പറ്റില്ല, എനിക്ക് ഇന്ന് തന്നെ ഡോക്ടറെ കാണണം. അങ്ങനെ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഡോക്ടറെ കാണണം എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കോൾ ചെയ്ത് സംസാരിക്കേ എന്ന് വാച്ച്മാൻ പറയാണ്. അത് പ്രകാരം സിന്ധു ഹരിയെ വിളിക്കുന്ന സമയത്ത് ഹരിയാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യുന്നുമില്ല. ഇതൊക്കെ മാറി നിന്നിട്ട് സ്നേഹ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഹരി കോൾ എടുക്കാത്തത് കാരണം തന്നെ സിന്ധു അവരോട് പറയാണ്, ഡോക്ടർ കോൾ എടുത്തില്ല, എന്തോ തിരക്കിലാണെന്നാ തോന്നുന്നത്, എനിക്ക് ഇപ്പം തന്നെ അദ്ദേഹത്തെ കാണണം, മാറി നിൽക്ക്. നിങ്ങൾക്ക് ഡോക്ടറെ കാണണമെങ്കിൽ ഡോക്ടർ സമ്മതം വാങ്ങിച്ചിട്ട് ഡോക്ടറെ വിളിച്ചതിന് ശേഷം മാത്രമേ പറ്റുള്ളൂ. വാച്ച്മാൻ പറഞ്ഞപ്പോൾ സിന്ധുവിന് ദേഷ്യം വരാണ്. എൻ്റെ ഭർത്താവിനെ കാണാൻ പറ്റില്ല എന്ന് പറയാൻ നിങ്ങൾ ആരാണ്? ആദ്യം വഴിമാറാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ അവളിങ്ങനെ ശബ്ദം ഉണ്ടാക്കിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ സ്ത്രീ പറയുന്നുണ്ട്, നോക്ക്, ഇതൊരു ഹോസ്പിറ്റലാണ്, വെറുതെ ഇവിടെ വെച്ച് പ്രശ്നം ഉണ്ടാക്കരുത്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരു സ്ത്രീ വന്നിട്ട് അവരോട് ICUയിലേക്കുള്ള വഴി ചോദിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു ഭാഗത്തേക്ക് തിരിയുന്ന സമയം നോക്കിയിട്ട് സിന്ധു വേഗം അകത്തേക്ക് ഓടിപ്പോവാണ്. അപ്പോൾ സ്നേഹ അവിടെ മറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നല്ലോ, അവൾ വന്നിട്ട് ദേഷ്യത്തോടെ സിന്ധുവിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അവർ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി കുറച്ചു നേരം ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട്. പിന്നീട് സ്നേഹ ചോദിക്കുകയാണ്, നീ എങ്ങോട്ടേക്ക് പോവുകയാണ്? എനിക്ക് ഡോക്ടറെ കാണണം. ഹരി ഇന്ന് ഒരു അർജന്റ് മീറ്റിങ്ങിലാണുള്ളത്, നിനക്കിന്ന് ഹരിയെ കാണാൻ പറ്റില്ല, നാളെ കാണാൻ പറ്റുള്ളൂ. സ്നേഹ അവളോട് തർക്കിക്കുകയാണ്. ഇന്നലെ രാത്രി മുതൽ ഞാൻ എൻ്റെ ഭർത്താവിനെ കണ്ടിട്ടില്ല, എനിക്ക് അദ്ദേഹത്തെ കണ്ടേ പറ്റൂ. അദ്ദേഹത്തോട് വരാൻ പറ, അല്ലെങ്കിൽ എന്നെ അകത്തേക്ക് കയറ്റിവിട്. അദ്ദേഹം ബിസിയാണെന്ന് മലയാളത്തിലല്ലേ നിന്നോട് പറഞ്ഞത്, പിന്നെ എന്തിനാ വെറുതെ നീ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? മര്യാദയ്ക്ക് ഇവിടുന്ന് പോവാൻ നോക്ക്. സോറി ഡോക്ടർ, ഇവരോട് ഇങ്ങോട്ടേക്ക് കയറി വരരുതെന്ന് പറഞ്ഞതാണ്, പക്ഷേ പറഞ്ഞതനുസരിക്കാതെ ഇവർ ഇങ്ങോട്ടേക്ക് കയറി വന്നതാണ്. പിന്നീട് വഴക്ക് കേൾക്കുന്നു കണ്ടിട്ട് വാച്ച്മാൻ ആദ്യം തന്നെ കാര്യം പറയുകയാണ്. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ സിന്ധുവിനെ പിടിച്ചു വെക്കുന്നുണ്ടായിരുന്നു അകത്തേക്ക് പോവാതിരിക്കാൻ. പക്ഷേ സിന്ധു ആണെങ്കിൽ അവരെയും തട്ടിമാറ്റി സ്നേഹയും തട്ടിമാറ്റിക്കൊണ്ട് അകത്തേക്ക് ഓടുവാണ്. അവിടെ കൂടിയിരിക്കുന്നവരൊക്കെ സ്നേഹയെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുക. അവൾ പറയുന്നുണ്ട് അകത്ത് പോയിട്ട് സിന്ധുവിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. സിന്ധു ആണെങ്കിൽ ഓരോ മുറിയിലും ചെന്നിട്ട് ഹരിയുടെ പേര് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ ക്യാബിനും തുറന്നു നോക്കുന്നുണ്ട്. പക്ഷെ അവിടെയൊന്നും അവൾക്ക് ഹരിയെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പോഴേക്കും ബാക്കിയുള്ള വാച്ച്മാനും ആൾക്കാരൊക്കെ വന്നിട്ട് സിന്ധുവിനെ വീണ്ടും പിടിച്ചു വലിച്ച് കൂട്ടി താഴെ പുറത്തേക്ക് തന്നെ കൊണ്ടുപോവാണ്. എനിക്ക് എൻ്റെ ഭർത്താവിനെ കണ്ടേ പറ്റൂ, നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുതെന്നൊക്കെ സിന്ധു അവരോടും പറയുന്നുണ്ട്. പക്ഷെ അവരാണെങ്കിൽ സിന്ധുവിനെ വലിച്ചഴിച്ച് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. സ്നേഹം ഉൾപ്പെടെ എല്ലാവരും വന്നിട്ട് സിന്ധുവിനെ ആണെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ പുറത്ത് അവർ തള്ളിയിടുവാണ്. സിന്ധു അവിടെ കിടന്നിട്ട് അവളുടെ കൈയൊക്കെ ഇടിച്ചിട്ടുണ്ടായിരുന്നു. അവൾ അവിടെ നിന്ന് മെല്ലെ എഴുന്നേറ്റിട്ട് സ്നേഹയെ നോക്കുന്ന സമയത്ത് സ്നേഹ പറയുന്നുണ്ട്, ഇത് എൻ്റെ ഹോസ്പിറ്റലാണ്, ആവശ്യമില്ലാതെ ഇവിടെ നിന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. സിന്ധു ആണെങ്കിൽ രണ്ടും കൽപ്പിച്ചുകൊണ്ടാണ് സ്നേഹയെ നോക്കുന്നത്. വെറുതെ ഇവിടെ കിടന്ന് നീ ഷോ ഓഫ് കാണിക്കുകയാണെങ്കിൽ നാണക്കേടാവും, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടുന്ന് പോവാൻ നോക്ക്. സ്നേഹ അവളെ വെല്ലുവിളിക്കുകയാണ്. സിന്ധുവിൻ്റെ കൈയൊക്കെ നന്നായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു വീഴ്ചയിൽ അടിച്ചത് കാരണം. സ്നേഹയാണെങ്കിൽ അതും പറഞ്ഞിട്ട് ദേഷ്യത്തോടെ അകത്തേക്ക് കയറി പോവുകയാണ്. ഒരുപാട് പേര് സിന്ധുവിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു, വാച്ച്മാനും അവിടെയുള്ള ആൾക്കാരും പിന്നെ ഹോസ്പിറ്റലിൽ വന്ന ആളുകളൊക്കെ. സിന്ധു ആണെങ്കിൽ നല്ല വേദനയോട് കൂടിയാണ് എഴുന്നേറ്റത്. അപ്പോൾ വാച്ച്മാനും അവളോട് പറയാണ്, ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞതല്ലേ ഡോക്ടറെ കാണാൻ സാധിക്കില്ല എന്ന്, ആവശ്യമില്ലാത്ത ഈ അപമാനം നിങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നോ? അത് ചോദിച്ച സമയത്ത് സിന്ധു ആണെങ്കിൽ രണ്ടും കൽപ്പിച്ചിട്ടായിരുന്നു. അവൾ നേരെ ചാടി എഴുന്നേറ്റ് കയ്യിലുണ്ടായിരുന്ന മണ്ണൊക്കെ കൊട്ടിക്കളയാണ്. ആ ശബ്ദം കേട്ടിട്ടാണ് സ്നേഹ തിരിഞ്ഞു നോക്കുന്നത്. സിന്ധുവിൻ്റെ മുഖഭാവത്തിൽ കൂടെ തന്നെ സ്നേഹയ്ക്ക് കാര്യം മനസ്സിലായി. സിന്ധു എന്തോ മനസ്സിൽ ഉദ്ദേശിച്ച് ഉറപ്പിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന്. അവളാണെങ്കിൽ രണ്ടും കൽപ്പിച്ചിട്ട് സാരിയുടെ മുന്താണിയൊക്കെ എടുത്ത് എളിയിൽ കുത്തുവാണ്. പിന്നീട് സിനിമ സ്റ്റൈലിൽ ഡയലോഗൊക്കെ പറഞ്ഞുകൊണ്ട് സിന്ധു വാച്ച്മാനോട് പറയാണ്, ഞാൻ ഒരു തവണ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് എൻ്റെ മനസ്സ് തന്നെ കേൾക്കില്ല. എൻ്റെ ഡോക്ടറെ കാണാതെ ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും പോവില്ല. അത് കേട്ടപ്പോൾ തന്നെ സ്നേഹയ്ക്ക് മനസ്സിലായി സിന്ധു എന്തോ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടെന്ന്. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ. അതും പറഞ്ഞിട്ട് സിന്ധു അവിടെ നിന്ന് തിരിഞ്ഞു പോവാണ്. ആദ്യത്തെ കാഴ്ചയിൽ അവൾ അവിടെ നിന്ന് തിരിച്ചു പോവാണെന്നാണ് എല്ലാവരും ധരിച്ചത്. പക്ഷേ സിന്ധു ആണെങ്കിൽ ഒരല്പം കൂടെ മുന്നോട്ട് പോയതിനു ശേഷം അവിടെ നിലത്തിരിക്കുകയാണ്. ഒരു സമരം എന്നൊരു വാക്യേനെ
ഹരിയെ കണ്ടിട്ടേ പോവുള്ളൂ എന്നുള്ളത് സിന്ധു ഉറപ്പിച്ചെടുത്ത തീരുമാനമായിരുന്നു. സിന്ധുവിനെ നോക്കിക്കൊണ്ട് അവർ ഓരോരുത്തരും അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്നേഹ വല്ലാതെ ഒന്ന് വരണ്ടു പോയിട്ടുണ്ടായിരുന്നു. അവൾ ചിന്തിക്കുന്നുണ്ട്, എന്താ ഇവൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഇവളെ നാണം കെടുത്ത് അപമാനിച്ച് അയച്ചു കഴിഞ്ഞാൽ തിരിച്ചു പോകുന്നു കരുതിയപ്പോൾ ഇവളാണെങ്കിൽ ഹോസ്പിറ്റലിന് മുന്നിൽ സമരം ഇരിക്കും പോലെ ഇരിക്കുവാണല്ലോ. അപ്പോഴേക്ക് ഓടിക്കതച്ച് വാച്ച്മാൻ വന്നിട്ട് സ്നേഹയോട് പറയാണ്, മേഡം ഇവളെന്താ ഇങ്ങനെ ഹോസ്പിറ്റലിന് മുന്നിൽ സമരത്തിൽ എന്ന പോലെ ഇരിക്കുന്നത്? ഞാൻ പോലീസിലേക്ക് ഫോൺ ചെയ്യട്ടെ? വേണ്ട, പോലീസ് വന്നു കഴിഞ്ഞാൽ വിഷയം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വേറെ രീതിയിലേക്കാണ് പോവുക. നമുക്ക് നോക്കാം എത്ര നേരം ഇവളിങ്ങനെ ഇരിക്കുന്നുള്ളത്. സ്നേഹ പറഞ്ഞത് സിന്ധുവും കേട്ടിട്ടുണ്ടായിരുന്നു. അവൾ വേഗം ഫോൺ എടുത്തിട്ട് വീണ്ടും ഹരിയെ വിളിക്കുകയാണ്. ആ സമയത്ത് ഹരിയും സ്നേഹയുടെ അച്ഛനും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് സിന്ധുവിൻ്റെ കോള് വരുന്നത്. അവനാണെങ്കിൽ അവളുടെ പേര് കണ്ടപ്പോൾ തന്നെ മുഖത്തിങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ അവളുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, സിന്ധു ആണോ ഹരി വിളിക്കുന്നത്? ആ അതെ അങ്കിൾ. അവളെന്തിനാ നിന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്കറിയില്ല അങ്കിൾ. അതൊരിക്കലും നല്ലതിനായിരിക്കില്ല. അതുകൊണ്ട് അത് നീ അങ്ങോട്ട് ഒഴിവാക്കിയായിരിക്കും. അതായിരിക്കും നിനക്ക് എപ്പോഴും നല്ലത്. വാ എന്ന് പറഞ്ഞിട്ട് ഹരിയെയും കൂട്ടിക്കൊണ്ട് അയാൾ അവിടുന്ന് പോവാണ്. ഹരിയും അതുപോലെ തന്നെ സിന്ധുവിൻ്റെ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. സമയം ഒരുപാട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ വരുന്നവരൊക്കെ സിന്ധുവിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പ്രായമായ ഒരു അമ്മയ്ക്ക് വന്നിട്ട് സിന്ധുവിനോട് കാര്യം ചോദിക്കുകയാണ്, എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന്. ആദ്യം സിന്ധു കാര്യം പറയാൻ കൂട്ടാക്കിയില്ലെങ്കിലും വീണ്ടും വീണ്ടും അവർ ഓരോരുത്തർ ചോദിച്ചപ്പോൾ സിന്ധു കാര്യം അവരോടൊക്കെ പറയാണ്. എൻ്റെ ഭർത്താവിനെ അകത്ത് വെച്ചിട്ട് ഇവരെന്നെ അദ്ദേഹത്തെ കാണാൻ അനുവദിക്കുന്നില്ല. പിന്നെ താൻ വന്നത് മുതലുണ്ടായ കാര്യങ്ങളൊക്കെ അവരോടൊക്കെ സിന്ധു പറഞ്ഞു കൊടുക്കുകയാണ്. താൻ വന്നപ്പോൾ തന്നെ എല്ലാവരും സെക്യൂരിറ്റിക്കാരൊക്കെ പുറത്ത് കാത്തു നിന്നിട്ട് തന്നെ അകത്തേക്ക് കയറാൻ അനുവദിക്കാത്തതും, പിന്നീട് അകത്ത് പോയിട്ട് ഹരിയെ അന്വേഷിച്ച സമയത്ത് എല്ലാവരും വന്ന് തന്നെ പിടിച്ചുകൊണ്ടുവന്ന് പുറത്തേക്ക് തള്ളിയതുൾപ്പെടെ എല്ലാവരോടും പറയാണ്. സിന്ധു കാര്യം പറഞ്ഞപ്പോൾ കൂടി നിന്നവരൊക്കെ അവളെ ന്യായീകരിക്കുകയാണ്. കാരണം അവളുടെ ഭാഗത്താണ് ന്യായം. അവളുടെ ഭർത്താവിനെ അകത്ത് വെച്ചിട്ട് അവളെ കാണാൻ അനുവദിക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ അവരിങ്ങനെ അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല ചിലരൊക്കെ സ്നേഹയോട് അത് ക്വസ്റ്റ്യൻ ചെയ്യാണ്. സ്നേഹ ചാടി തുള്ളി അകത്തേക്ക് വരുന്ന സമയത്ത് തൻ്റെ ക്യാബിനിൽ ഇരുന്നുകൊണ്ട് ഹരിയായിട്ട് സംസാരിക്കാണ് അവളുടെ ഡാഡി. അപ്പോൾ സ്നേഹയുടെ വരവ് കണ്ടപ്പോൾ തന്നെ എന്തോ പന്തി കേട്ടിട്ടുണ്ടെന്ന് അയാൾക്കും ഹരിക്കും മനസ്സിലായി. വാ സ്നേഹ, എന്താ പറ്റിയത്? നിന്റെ മുഖത്തെന്താ വല്ലാത്തൊരു ദേഷ്യവും സങ്കടവും? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ അച്ഛാ, പ്രശ്നമുണ്ട്. ആ സിന്ധു നമ്മുടെ ഹരിയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. അവളെന്തിനാ ഇവിടേക്ക് വന്നത്? ഇന്നലെ രാത്രി മുഴുവൻ ഹരി വീട്ടിലേക്ക് പോവാതെ ഇവിടെ നിന്നതായിരുന്നല്ലോ. അതുകൊണ്ട് അവനെ കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഹരി ബിസിയാണെന്ന് പറഞ്ഞിട്ട് നിനക്ക് അവളെ പറഞ്ഞു വിട്ടൂടായിരുന്നോ? അതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി ഡാഡി, പക്ഷേ അവൾ പോകുന്നില്ല. സ്നേഹ പറയുന്നതൊക്കെ ഹരിയും കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ മറുപടി ഒന്നും പറയുന്നില്ല. അപ്പോൾ അയാളോട് സ്നേഹ പറയുന്നുണ്ട്, ഞാൻ എത്ര സംസാരിച്ചിട്ടും അവൾ ഇവിടുന്ന് പോകുന്നില്ല. ഹരിയെ കണ്ടിട്ടേ പോവുള്ളൂ എന്നുള്ള വാശിയിലാണ് അവളുള്ളത്. വാട്ട് നോൺസെൻസ്! ഇതെന്താ ഹോസ്പിറ്റലോ അതോ ചന്തയോ? അയാൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഹരി, അവൾ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ ആവശ്യമില്ലാതെ അവളുടെ വാശികൾ നമ്മൾ നിറവേറ്റി കൊടുക്കണ്ട. നീ ഇവിടെ തന്നെ ഇരിക്ക്. എന്താ സംഭവിക്കുന്നത് ഞാനും ഒന്ന് കാണട്ടെ. അയാൾ ചെയർമാൻ്റെ അധികാരത്തോടു കൂടി പറയാണ്. അപ്പോൾ സ്നേഹ ഹരിയോട് ചോദിക്കുന്നുണ്ട്, ഹരി, നമ്മുടെ സെക്യൂരിറ്റീസിനെ വെച്ചിട്ട് അവളെ ഇവിടെ നിന്ന് അടിച്ച് പറഞ്ഞു വിടട്ടെ? അപ്പോൾ അതിനും ഹരി മറുപടി ഒന്നും പറയാതെ നിൽക്കുകയാണ്. അപ്പോൾ അവളുടെ അച്ഛൻ പറയും, ഇതൊക്കെ എന്തിനാ ഹരിയോട് ചോദിക്കുന്നത്? അങ്ങനെ ചെയ്തോളൂ. ശരി ഡാഡി എന്ന് പറഞ്ഞിട്ട് സ്നേഹ പുറത്തേക്ക് പോവാണ്. അപ്പോൾ അയാൾ ഹരിയോട് പറയുന്നുണ്ട്, ഹരി, നീ ഈ സിന്ധുവിനെ കുറിച്ച് ഓർത്ത് ഒട്ടും ഭയപ്പെടേണ്ട. അവൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും ഞങ്ങൾ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഒരു പഠിക്കാത്ത പട്ടിക്കാട്ടുകാരി നമ്മളെ ഭയപ്പെടുത്താൻ നിൽക്കുന്നു. ഇന്ന് അവളാണോ നമ്മളാണോ ജയിക്കുക എന്നുള്ളത് നമുക്ക് കാണാം എന്ന് അയാൾ പറയാണ്. പക്ഷെ ആ സമയത്തൊക്കെ ഹരിയുടെ മനസ്സിലിങ്ങനെ രക്തം തിളച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ സിന്ധു ആണെങ്കിൽ ആ ഒരു പൊട്ടിപ്പൊരിയുന്ന വെയിലത്ത് അവിടെ ഇരിക്കുകയാണ് ഹരിയെയും കാത്തുകൊണ്ട്. അവൾക്ക് ചുറ്റിലും ഒരുപാട് സ്ത്രീകളുണ്ട്. അങ്ങോട്ടേക്കാണ് സ്നേഹ വന്നിട്ടുണ്ടായിരുന്നത്. അവൾ സെക്യൂരിറ്റി വിളിച്ചിട്ട് പറയാണ്, ചെയർമാൻ ഇവിടെ ഹോസ്പിറ്റലിന്റെ കോമ്പൗണ്ടിൽ നിന്നും അടിച്ച് പുറത്താക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവളെ ഈ ഹോസ്പിറ്റലിന്റെ കോമ്പൗണ്ടിൽ നിന്നും അടിച്ച് പുറത്താക്ക്. ശരി മാഡം. അതിലൊരു സ്ത്രീ സിന്ധുവിനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു തവണ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ? നിങ്ങൾ കാരണം ഹോസ്പിറ്റലിൽ വരുന്ന മറ്റ് പേഷ്യൻസിനും ബുദ്ധിമുട്ടാവുന്നുണ്ട്. അതുകൊണ്ട് പ്രശ്നം കൂടുതൽ വഷളാക്കാതെ നിങ്ങൾ തന്നെ അനങ്ങാതെ പോവാൻ നോക്ക്. ഇല്ലെങ്കിൽ നിങ്ങളെ ഇവിടെ നിന്നും ഹോസ്പിറ്റലിന്റെ പുറത്തേക്ക് അടിച്ച് പറഞ്ഞേക്കേണ്ടി വരും. അപ്പോൾ സിന്ധു അവരെ നോക്കിക്കൊണ്ട് പറയാണ്, നിങ്ങളാണ് ശരിക്കും പ്രശ്നം ഉണ്ടാക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിനെ കാണാൻ നിങ്ങളാണ് എന്നെ അനുവദിക്കാത്തത്. മര്യാദയ്ക്ക് അകത്ത് പോയിട്ട് എൻ്റെ ഭർത്താവിനെ പുറത്തേക്ക് കൊണ്ടുപോവാ, അല്ലാതെ അത് ഒഴിവാക്കിയിട്ട് വെറുതെ എന്നെ ഭീഷണിപ്പെടുത്താനൊന്നും നിൽക്കേണ്ട. അപ്പോൾ സെക്യൂരിറ്റി അവളോട് പറയുന്നുണ്ട്, ചെയർമാൻ തന്നെ നിങ്ങളെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രശ്നം കൂടുതൽ വഷളാക്കാതെ നിങ്ങൾ തന്നെ പോവാൻ നോക്ക്. അപ്പോൾ അവിടെ കൂടെ നിന്നവരൊക്കെ സിന്ധുവിനെ സപ്പോർട്ട് ചെയ്യാണ്. ഈ പെണ്ണ് പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്? ആദ്യം പോയിട്ട് നിങ്ങൾ അവളുടെ ഭർത്താവിനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോവാ. അവൾ പറയുന്നത് പോലെ ശരിക്കും നിങ്ങളല്ലേ പ്രശ്നം ഉണ്ടാക്കുന്നത്. നിങ്ങൾ ആദ്യം പോയിട്ട് അവളുടെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുപോവാ, അല്ലാതെ അവൾ പറയുന്നതിൽ എന്താ തെറ്റുള്ളത്? ഭർത്താവ് വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ ഭർത്താവ് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഭാര്യ അന്വേഷിച്ചു വരുന്നത് സ്വാഭാവികം തന്നെയല്ലേ? എല്ലാവരും സിന്ധുവിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് കേട്ടപ്പോൾ സ്നേഹയ്ക്ക് ചെറിയൊരു ഭയം തോന്നുന്നുണ്ടായിരുന്നു. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അത് വീട്ടിൽ വെച്ച് തന്നെ അവർ തീർക്കേണ്ടതാണ്. അല്ലാതെ ഇവിടെ ഹോസ്പിറ്റലിൽ വന്ന് അയാൾ ഒളിച്ചു നിൽക്കുകയാണോ വേണ്ടത്?
ആ അമ്മ സിന്ധുവിനെ സപ്പോർട്ട് ചെയ്യുന്നത് ചെയ്യാണ്. ആദ്യം അവള് പറയുന്നത് പോലെ നിങ്ങൾ പോയിട്ട് അവളുടെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുപോവാ, എന്നിട്ട് പ്രശ്നം പരിഹരിക്കാൻ നോക്ക്. അവരെല്ലാവരും സിന്ധുവിനോടാണ് കൂടുതൽ അടുപ്പത്തിൽ സംസാരിക്കുന്നത്. സിന്ധു ആണെങ്കിൽ സെക്യൂരിറ്റിക്കാരോട് പറയുന്നുണ്ട്, എന്റെ ഭർത്താവിനെ ഒളിപ്പിച്ചു വെച്ചിട്ട് എന്നെ അദ്ദേഹത്തെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങളൊക്കെ ശ്രമിക്കുന്നത്? എന്നിട്ട് സ്നേഹയോട് പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഡോക്ടറെ എൻ്റെ അടുത്ത് നിന്നും പിരിച്ചെടുക്കാമെന്നാണോ നിങ്ങൾ കരുതുന്നത്? അതുകൊണ്ട് മര്യാദയ്ക്ക് നിങ്ങളോട് ഡോക്ടറോട് എൻ്റെ അടുത്തേക്ക് വരാൻ പറ, അല്ലെങ്കിൽ എന്നെ ഹോസ്പിറ്റലിനകത്തേക്ക് കയറ്റിവിട്. സ്നേഹയ്ക്ക് അരിശം വരുന്നുണ്ടായിരുന്നു. അവള് നേരെ ചാടിത്തുള്ളി സിന്ധുവിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, നീ പറഞ്ഞ രണ്ട് കാര്യവും നടക്കില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോവില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. സിന്ധുവും വാശി തന്നെയായിരുന്നു. അപ്പോഴേക്കും സ്നേഹ ദേഷ്യത്തോടെ സെക്യൂരിറ്റിക്കാരോട് സിന്ധുവിനെ അവിടുന്ന് പിടിച്ച് പുറത്താക്കാൻ പറയുകയാണ്. അത് കേട്ടപ്പോൾ സിന്ധുവിന് ചെറിയൊരു പേടി തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രായമുള്ള അമ്മ പറയുന്നുണ്ട്, നോക്ക്, ഇത് നിങ്ങൾക്ക് തന്നെ തെറ്റാണെന്ന് തോന്നുന്നില്ലേ? ആ പെണ്ണ് ചോദിക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? അവൾ അവളുടെ ഭർത്താവിനെ കാണണമെന്നല്ലേ പറയുന്നുള്ളൂ. നിങ്ങൾ അകത്ത് പോയിട്ട് അവളുടെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുപോവാ, അല്ലാതെ വെറുതെ പ്രശ്നം നിങ്ങളെന്തിനിങ്ങനെ വഷളാക്കുന്നത്? എല്ലാവരും സിന്ധുവിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് സംസാരിക്കുന്നത്. പാവം പുതുതായിട്ട് കല്യാണം കഴിയതാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഭർത്താവിനെ വിട്ടു നിൽക്കുമ്പോൾ അവൾക്കതിന് വിഷമം ഉണ്ടാവില്ലേ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ അവർ തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ സ്നേഹയോട് ഓരോരുത്തർ തട്ടിക്കയറുകയാണ്. ആദ്യം നിങ്ങൾ അകത്ത് പോയിട്ട് അവരുടെ ഭർത്താവിനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും അകത്തേക്ക് കയറി വരും. അത് കേട്ടപ്പോൾ സ്നേഹ ചെറുതായിട്ട് ഭയന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ആരും അകത്തേക്ക് വരണ്ട, ഞാൻ പോയിട്ട് ഹരിയെ കണ്ട് സംസാരിച്ചോളാം. അവൾ നേരെ ക്യാബിനിലേക്ക് ചെല്ലുന്ന സമയത്ത് അവളുടെ ഡാഡി ചോദിക്കുന്നുണ്ട്, സിന്ധു പോയോന്ന്? ഇല്ല ഡാഡി, അവൾ വീണ്ടും പ്രശ്നങ്ങൾ വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കൂടി നിൽക്കുന്ന പബ്ലിക്കൊക്കെ അവളെ സപ്പോർട്ട് ചെയ്യാണ്. ഹരിയെ കണ്ടിട്ടേ പോവുള്ളൂ എന്നാണ് അവളുടെ വാശി. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നീക്കമാണ് സിന്ധു നടത്തിയത്. നമ്മൾ അവളെ പുറത്താക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ ഹോസ്പിറ്റലിന് പുറത്തു പോയിട്ട് സമരം എന്ന വ്യാഖ്യാനം ഇരിക്കുകയാണ്. അപ്പോൾ അവളുടെ ഡാഡി പറയുന്നുണ്ട്, സെക്യൂരിറ്റിക്കാരോട് അവളെ പുറത്താക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അപ്പോഴേക്കും പബ്ലിക് മൊത്തം അവളെ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഡാഡി. സംഭവിച്ച കാര്യങ്ങളൊക്കെ സ്നേഹ ഹരിക്കും ഡാഡിക്കും പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേട്ടപ്പോൾ ഹരിക്ക് വല്ലാത്ത ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. അവനിങ്ങനെ കൈയുടെ മുഷ്ടിയൊക്കെ ചുരുട്ടി നിൽക്കുകയാണ്. അപ്പോൾ സ്നേഹയുടെ ഡാഡി ഹരിയോട് പറയുന്നുണ്ട്, സിന്ധു ക്ലെവർ മാത്രമല്ല, അവള് ഭയങ്കര ബുദ്ധിശാലി കൂടിയാണ്. അവള് ഏതവസ്ഥയും അവൾക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ അവൾ എത്തിക്കും. പഠിപ്പില്ലാത്തൊരു പട്ടിക്കാടുകാരിയായിട്ട് നമ്മളാണ് അവളെ തെറ്റിദ്ധരിച്ചത്. അവള് അതിബുദ്ധിശാലിയാണ്. അവളെ വെറുതെ വിടാൻ പാടില്ല ഹരി. അവൾക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം. അയാൾ ഇങ്ങനെ ഹരിയെ എരികേറ്റുകയാണ്. അപ്പൊ സ്നേഹ ചോദിക്കണം, ഇപ്പൊ നമ്മൾ എന്താ ഡാഡി ചെയ്യുക? നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന ആളുകളെ തന്നെ നമ്മൾക്കെതിരാക്കി മാറ്റുകയാണ് സിന്ധു. ഹരി, നീ ഇവിടെ ഇരിക്ക്, ഞാൻ സ്നേഹയുടെ ഒപ്പം പോയിട്ട് എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് നോക്കിയിട്ട് വരാം. അതും പറഞ്ഞിട്ട് അവളുടെ ഡാഡി അവൾക്കൊപ്പം പോവാണ്. ഹരിക്കാണെങ്കിൽ അവർ പോയതിനു ശേഷം ഇങ്ങനെ സിന്ധുവിനുള്ള ദേഷ്യവും വെറുപ്പും വരുന്നുണ്ടായിരുന്നു. ഡാഡിയെ കൂട്ടിക്കൊണ്ട് വന്ന സമയത്ത് സ്നേഹയുടെ ഡാഡി കാണുന്നത് ഹോസ്പിറ്റലിന്റെ മുന്നിൽ സിന്ധു ഇരിക്കുന്നതും ആളുകളൊക്കെ അവൾക്ക് ചുറ്റും കൂടി നിൽക്കുന്നതുമാണ്. അത് കണ്ടപ്പോൾ തന്നെ അയാൾക്ക് അതൊരു ബാഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അയാൾ സ്നേഹയോട് അത് പറയുന്നുണ്ട്, ഇവൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷനെ തന്നെ ബാധിക്കുമല്ലോ. തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്താലും അത് അവൾക്ക് ഉപയോഗിക്കുന്ന രീതിയിലാണ് എത്തിക്കുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട് ഡാഡി, ഇന്നത്തെ ഒരു ദിവസം നമ്മൾ അവൾക്ക് മുന്നിൽ തോക്കാൻ പാടില്ല. അവൾ ഇന്ന് ഹരിയെ കാണാനേ പാടില്ല. അവൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞു വിടണം. ഞാൻ നോക്കിക്കോളാം, വാ, ഞാൻ അവളോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് സ്നേഹയും കുട്ടി സിന്ധുവിന്റെ അടുത്ത് പോയിട്ട് അയാൾ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. സിന്ധു, അകത്തേക്ക് വരൂ, എനിക്ക് നിന്നോട് കുറച്ചു നേരം സംസാരിക്കാനുണ്ട്. ഞാൻ നിങ്ങളുടെ കൂടെ സംസാരിക്കാൻ വേണ്ടിയല്ല വന്നത്, എൻ്റെ ഭർത്താവ് ഹരിയുടെ കൂടെ സംസാരിക്കാൻ വേണ്ടിയാണ്. ദയവായി നിങ്ങൾ അദ്ദേഹത്തെ ഒന്ന് പുറത്തേക്ക് വിട്. അതിനെക്കുറിച്ച് തന്നെയാണ് നിന്നോട് സംസാരിക്കാനുള്ളത്. വാ, അകത്തേക്ക് വാ. ഇല്ല, ഞാൻ വരില്ല. ഹരി നല്ല ബിസിയിലാണ്. അവൻ എന്തായാലും ഇന്ന് നിന്നെ കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ അകത്തേക്ക് വരാൻ പറഞ്ഞത്. അദ്ദേഹത്തിന് വന്ന് എന്നെ കാണാൻ പറ്റില്ലെങ്കിൽ എന്നെ അകത്തേക്ക് കയറ്റിവിട്, ഞാൻ പോയിട്ട് അദ്ദേഹത്തെ കണ്ടോളാം. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നിന്നെക്കൊണ്ട് ഇന്ന് എന്തായാലും ഹരിയെ കാണാൻ സാധിക്കില്ല. എൻ്റെ ഭർത്താവിനെ എനിക്ക് കാണാൻ പറ്റില്ല എന്ന് പറയാൻ നിങ്ങളൊക്കെ ആരാ? എൻ്റെ ഭർത്താവിനെ കാണാനുള്ള എല്ലാ അവകാശവും എനിക്കുണ്ട്. നിങ്ങളാണ് എൻ്റെ ഭർത്താവിനെ അകത്ത് അടച്ചു വെച്ചിട്ട് അദ്ദേഹത്തെ കാണാനോ സംസാരിക്കാനോ എന്നെ അനുവദിക്കാത്തത്. ഇങ്ങോട്ട് നോക്ക് സിന്ധു, ഹരിക്ക് നിന്നെ കാണാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് അവൻ ഇങ്ങോട്ടേക്ക് വരാത്തത്. അത് മനസ്സിലാക്കി നീ തന്നെ മര്യാദയ്ക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അത് നിനക്ക് തന്നെയാണ് നല്ലത്. എന്താണെങ്കിലും അദ്ദേഹത്തോട് നേരിട്ട് വന്നിട്ട് എന്നോട് ആ കാര്യം പറയാൻ പറ. നിങ്ങൾ പറഞ്ഞാലൊന്നും ഞാനത് വിശ്വസിക്കില്ല. എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് അദ്ദേഹമാണ്. അദ്ദേഹം പറഞ്ഞാൽ മാത്രമേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. അപ്പോൾ സ്നേഹ പറയുന്നത്, നോക്ക്, ഇത് ഈ ഹോസ്പിറ്റലിന്റെ ചെയർമാനാണ്. അദ്ദേഹത്തിന് നേരിട്ട് വന്ന് നിന്നോട് ഈ കാര്യം പറയേണ്ട യാതൊരു ആവശ്യമില്ല. എന്നിട്ടും അദ്ദേഹം വന്ന് പറഞ്ഞിട്ട് നീ അത് കേൾക്കുന്നില്ലെങ്കിൽ അതിനെന്താ അർത്ഥം? സിന്ധു അതിനൊന്നും വലിയ താല്പര്യം കൊടുക്കാതെ മുഖം മാറ്റി നിൽക്കുകയാണ്. ഡാഡി, ഇനി ഇവളോട് സംസാരിച്ചിട്ട് കാര്യമില്ല. സെക്യൂരിറ്റിയോട് പറഞ്ഞിട്ട് ഇവളെ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അടിച്ച് പുറത്താക്കാൻ നോക്ക്. ഇനി അതേ പറ്റുള്ളൂ. സ്നേഹ പറയുന്നത് കേട്ടപ്പോൾ സിന്ധു ശരിക്കും പേടിച്ചു പോയി. പക്ഷെ അപ്പോഴേക്കും വീണ്ടും നാട്ടുകാരൊക്കെ സിന്ധുവിനൊപ്പം തന്നെ നിൽക്കുകയാണ്. നിങ്ങൾ ഇത്രയധികം പ്രശ്നം ഉണ്ടാക്കാൻ മാത്രം അവൾ എന്ത് തെറ്റാ പറഞ്ഞത്? അവൾ അവളുടെ ഭർത്താവിനെ കാണണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അവളുടെ ഭർത്താവിനെ അകത്ത് അടച്ചു വെച്ചിട്ട് അവൻ വരാൻ പറ്റില്ല നിങ്ങളെന്തിനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവളെ താലി കെട്ടി അവളുടെ ഭർത്താവിനെയല്ലേ അവൾ അന്വേഷിക്കുന്നത്. താലി കെട്ടി കഴിഞ്ഞു എന്ന് കരുതി ഒരു ഭർത്താവിന്റെ കടമ ഒരിക്കലും അവസാനിക്കില്ല.
സമ്മതിക്കില്ല. മരണം വരെ ഭാര്യയുടെ കൂടെ കൈപിടിച്ച് കൂടെ തന്നെ ഉണ്ടാവണം. അപ്പോഴേക്കും നാട്ടുകാരിങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുകയാണ്, ഹരി ഡോക്ടറോട് പുറത്തു വരാൻ വേണ്ടി പറയുന്നൊക്കെ. അപ്പോൾ സ്നേഹയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ്, നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ ഇതിൽ തലയിടണ്ട, നിങ്ങൾ എല്ലാവരും മര്യാദയ്ക്ക് ഇവിടുന്ന് പോവാൻ നോക്ക്. വീട്ടിൻ്റെ അകത്ത് നടക്കുന്നത് വരെയാണ് ഇത് കുടുംബ പ്രശ്നം. ഇപ്പോൾ ഇത് റോഡിലാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യം നിങ്ങൾ അകത്ത് പോയിട്ട് ഡോക്ടർ ഹരിയോട് പുറത്തേക്ക് വരാൻ പറ. ഡോക്ടർ ഹരി ഈ പെണ്ണിനെ ചതിച്ചിരിക്കുകയാണ്. അവിടെ കൂടി ഇന്നൊരു സ്ത്രീ പറയാണ്. അപ്പോഴേക്കും സിന്ധുവിന്റെ കയ്യിൽ നിന്ന് തന്നെ കാര്യങ്ങൾ പോകുന്ന അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു. നാട്ടുകാരൊക്കെ വിളിച്ചു പറയാണ്, ഡോക്ടർ ഹരിയോട് പുറത്തേക്ക് വരാൻ പറ, ഈ പെണ്ണിനെ ചതിച്ചിട്ട് അകത്തിരിക്കാതെ പുറത്തേക്ക് വരാൻ പറ, ഹരിയോട് പുറത്തേക്ക് വരാൻ പറ. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിന്ധു തന്നെ പേടിച്ച് ചുറ്റിലും നോക്കുകയാണ്. കാരണം ഇത് തനിക്ക് ഹരിക്ക് ഒരു ബാഡ് ഇമേജ് ഉണ്ടാക്കുമെന്നുള്ള അവൾ തന്നെ ഭയപ്പെടുന്നുണ്ടായിരുന്നു. അവസാനം ചെയർമാൻ തന്നെ പറയാണ്, ഓക്കെ ഓക്കെ ഓക്കെ, ഡോക്ടർ ഹരിയെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അദ്ദേഹം ഒരു പെർഫെക്റ്റ് ജെന്റിൽമാൻ ആണ്. ഇപ്പൊ എന്താ, ഹരി വന്ന് ഈ പെൺകുട്ടിയോട് നേരിട്ട് സംസാരിക്കണം, അത്രയല്ലേ വേണ്ടൂ. ശരി, ഞാൻ തന്നെ പോയിട്ട് ഡോക്ടർ ഹരിയെ കൂട്ടിക്കൊണ്ടുവരാം എന്നും പറഞ്ഞിട്ട് അവളുടെ ഡാഡി അകത്തേക്ക് പോവാണ്. സ്നേഹയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി സിന്ധുവിനെ നോക്കിയിട്ട് ഡാഡിക്ക് പിന്നാലെ പോകുന്നുണ്ട്. അതേസമയം വീട്ടിലാണെങ്കിൽ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ വിളമ്പിക്കൊടുക്കുന്നത് ചുട്ടിയും അതുപോലെ തന്നെ ഗായത്രിയും ചേർന്നിട്ടാണ്. അങ്ങോട്ടേക്ക് ദമയന്തിയും പിന്നാലെ കാർത്തികേയനും ഭൈരവിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. ആ സമയത്താണ് പെട്ടെന്ന് ദമയന്തിക്ക് എന്തോ തലചുറ്റുന്നത് പോലെ ഫീൽ ചെയ്യാണ്. ആദ്യം അത് കണ്ടത് ഭൈരവി തന്നെയാണ്. അവൾക്കൊരു ചെറിയ പേടി തോന്നുന്നുണ്ടായിരുന്നു, അമ്മയുടെ കണ്ണ് മറയുന്ന പോലെയൊക്കെ. പിന്നെ കാർത്തികേയനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, പെട്ടെന്ന് അങ്ങനെ ഒരു കണ്ണ് മറയുന്നത് പോലെയൊക്കെ ദമയന്തി ചെയ്യുന്നത്. പക്ഷേ എല്ലാവരുടെയും ശ്രദ്ധ മാറിയ ആ ഒരു സമയത്ത് ദമയന്തി പെട്ടെന്ന് അവിടെ താഴെ കുഴഞ്ഞു വീഴുകയാണ്. അതാരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. പെട്ടെന്ന് ദമയന്തി അങ്ങനെ വീണപ്പോൾ എല്ലാവരും ഓടിക്കൂടി അവരെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അവരുടെ ബോധം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പേടിച്ചുകൊണ്ട് കാർത്തികേയനാണെങ്കിൽ ആരോടൊക്കെയോ വെള്ളത്തിലേക്ക് ചോദിക്കുകയാണ്. അങ്ങനെ വെള്ളം കൊണ്ടുവന്നിട്ട് ദമയന്തിയുടെ മുഖത്തേക്ക് തളിച്ചപ്പോഴാണ് അവർക്ക് ബോധം വരുന്നത്. ആ സമയത്തൊക്കെ ഭൈരവി അവിടെ മാറി നിന്നിട്ട് അവൾ പേടിച്ച് കരയാണ്. അവളുടെ കാഴ്ചപ്പാടിൽ അമ്മ മരിക്കാൻ വേണ്ടി പോവാണ് എന്നൊരു തോന്നലാണ് അവൾക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത്. അവളിങ്ങനെ വിറച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. പക്ഷെ ബാക്കി ആർക്കും തന്നെ കാര്യം മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവസാനം എങ്ങനെയൊക്കെയോ കാർത്തികേയൻ വെള്ളമൊക്കെ തളിച്ചപ്പോഴേക്കും ദമയന്തിക്ക് ബോധം വന്നിട്ടുണ്ടായിരുന്നു. ദമയന്തിയാണെങ്കിൽ കാർത്തികേയനെയും ഗായത്രിയൊക്കെ ആശ്വസിപ്പിക്കുകയാണ്, അമ്മയ്ക്കൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഗായത്രി ആണെങ്കിലും കൊച്ചു കുഞ്ഞിനെ പോലെ കരയുന്നുണ്ട്. അതുപോലെ കാർത്തികേയനും അമ്മയോട് ഹോസ്പിറ്റലിലേക്ക് വാന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടതോടുകൂടി ഭൈരവിക്ക് ഒന്നുകൂടെ പേടിയാവുകയാണ്. ഹോസ്പിറ്റലിൽ പോയ എല്ലാവരും കാര്യങ്ങളും സത്യങ്ങളൊക്കെ അറിയുന്നു കരുതിയിട്ട്. പക്ഷേ ദമയന്തി ആണെങ്കിൽ അത് വിലക്കുകയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇന്നലെ വയലിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ക്ഷീണമായിരിക്കാം, അതുകൊണ്ട് കണ്ണ് മറയുന്നത് പോലെ തോന്നിയതാണ്, വേറെ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തികേയനോട് ഹോസ്പിറ്റലിൽ പോകണ്ടെന്നൊക്കെ പറയാണ്. അങ്ങനെ എല്ലാവരും ചേർന്നിട്ട് ദമയന്തിയെ പിടിച്ചവിടെ ഇരുത്തിക്കുകയും ദമയന്തിക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ദമയന്തി കുഴപ്പമൊന്നുമില്ല, എല്ലാവരോടും തനിക്കൊപ്പം ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ പറയാണ്. മഹിയും ചോദിക്കുന്നുണ്ട്, ഏട്ടത്തിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരും ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് കാർത്തികേയനോടും ഗായത്രിയോടൊക്കെ ഭക്ഷണം കഴിക്കാൻ പറയുന്നുണ്ട്. അതുപോലെ മാറി നിൽക്കുന്ന ഭൈരവിയെ നോക്കിയിട്ട് അവർ വിളിക്കുകയാണ്, മോളെന്താ അമ്മയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്, വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഭൈരവിയും പേടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഭൈരവി അവസാനം വന്നിട്ട് അവർക്കൊപ്പം ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയാണ്. അതേസമയം ഹരിയുടെ അടുത്തേക്ക് വന്നിട്ട് സ്നേഹയുടെ അച്ഛൻ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുകയാണ്. സിന്ധു വ്യക്തമായ ഒരു പ്ലാനോട് കൂടിയാണ് വന്നിരിക്കുന്നത്. അവൾ എന്തൊക്കെയോ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഞാനും സ്നേഹയും സംസാരിച്ചിട്ടൊന്നും പ്രശ്നം വഷളാവുന്നതാണ് തോന്നുന്നത്. മാത്രമല്ല, ഇത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും. എല്ലാവരും നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന എല്ലാവരും അവൾക്ക് ഫേവറായിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് നീ പോയിട്ട് സിന്ധുവിനോട് സംസാരിക്കേ. അത് കേട്ട സമയത്ത് ഹരി ദേഷ്യത്തോടെയും സങ്കടത്തോടെയും നിരാശനായിട്ടും അവർ രണ്ടുപേരെയും നോക്കുവാണ്. ഇത്തവണയും സിന്ധുവിൻ്റെ മുമ്പിൽ തങ്ങൾ തോറ്റുപോയി എന്ന് അവന് തന്നെ ബോധ്യമായി. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.